ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. നിങ്ങളൊരു ബിഗിനർ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ തംബ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, തംബ്ലെയിൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടേക്ക് തംബ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ ഒരു പ്രൊഫഷണൽ ലുക്കിലേക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളൊരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. തംബ്ലെയിൻ മേക്കർ പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് കാറ്റഗറിയുള്ള തംബ്ലെയിൻ മേക്ക് ചെയ്യാൻ വരുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലൂടെ പോകുന്ന മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി തന്നെ വിളിച്ച് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിടാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തംബ്ലെയിൻ മേക്കർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഇൻ്റർഫേസിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതിന് കിട്ടുന്നുള്ളൊരു ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസിലായിരിക്കും. ഇവിടെ യൂട്യൂബ് ഐക്കൺ കാണാൻ സാധിക്കും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ആഡ് ചിലപ്പോൾ പരസ്യം വരും, സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ആ യൂട്യൂബ് ബട്ടണോട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസിൽ ഒരുപാട് തംബ്ലെയിൻ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫോട്ടോസുകൾ കാണാൻ സാധിക്കും, തംബ്ലെയിൻ കാണാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ടുള്ള തംബ്ലെയിൻ ഇവിടെ സെലക്ട് ചെയ്യുക. ഫുഡ് റേറ്റിംഗ് ആയിട്ടുള്ള അതുപോലെ തന്നെ അൺബോക്സിങ് ആയിട്ടുള്ള അൺബോക്സിങ്, അതുപോലെ തന്നെ ഗെയിമിംഗ് ആയിട്ടുള്ള ഗെയിമിങ്, ബൈക്കിംഗ് ആണെങ്കിൽ ബൈക്കിങ്, അതുപോലത്തെ ഒരുപാട് കാറ്റഗറി കാണാൻ സാധിക്കും. ടെക്ക് ആണെങ്കിൽ ടെക്ക്, അതുപോലെ തന്നെ ഗെയിമിംഗ് ആണെങ്കിൽ ഗെയിമിംഗ് പറഞ്ഞു, വീടിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, വീടിൻ്റെ സ്റ്റുഡൻസിന് പറ്റിയിട്ടുള്ള വീഡിയോസിൻ്റെ തംബ്ലെയിൻ ആണെങ്കിൽ അവിടെ സെലക്ട് ചെയ്യാം. ഡാൻസ് സംബന്ധമായ ഒരുപാട് ചെറിയ കുട്ടികളുടെ വീഡിയോസ് സംബന്ധമായ തംബ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു വീഡിയോ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പരസ്യമൊക്കെ വരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പരസ്യമൊക്കെ സ്കിപ്പ് ചെയ്ത് വെക്കാം. നല്ല കിടിലമൊരു നമുക്ക് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലമൊരു ആപ്ലിക്കേഷനാണ് അത്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർവ്യൂസിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഭാഗത്തോട്ട് എത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളോട് എഡിറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളോടും എഡിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പം എക്സാമ്പിളായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ ഈ ടെക്സ്റ്റ് റിമൂവ് ചെയ്യാനാണെങ്കിൽ ഈ ടെക്സ്റ്റിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ റിമൂവ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ പുതിയ ടെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ടെസ്റ്റാണോ ആഡ് ചെയ്യുന്നത് ആ ടെസ്റ്റിൻ്റെ ബട്ടൺ താഴെയായിട്ട് ഇടത് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷനായ ആ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ തംബ്ലെയിന് എന്ത് ടെസ്റ്റാണ് കൊടുക്കുന്നത് ആ ടെസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് ആ ടെസ്റ്റ് ഏത് ഫോണ്ടിലാണോ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത് ഫോണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഒരുപാട് ഫോണ്ടുകളുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മുകളിൽ കാണുന്ന ബ്ലാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള ലെറ്റർ അവിടെ സെലക്ട് ചെയ്ത് വെക്കുന്ന അവിടെ വെച്ച് കൊടുക്കുക. ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ ഫൗണ്ട് ഒന്നുകൂടി സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫൗണ്ടിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. മുകളിൽ അത് 3 ഓപ്ഷൻ എനേബിൾ ആവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെയായിട്ട് ഒരു രണ്ടാമത്തെ ഓപ്ഷന് താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻ വരും. അവിടെ നിന്ന് ഫസ്റ്റ് നില ഇടത് ഭാഗത്തു നിന്ന് രണ്ടാമത്തെ ഓപ്ഷനായ ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ അവിടെ സാധിക്കും. നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ലെറ്റർ അനുസരിച്ച് നിങ്ങൾക്ക് ചെറുതാക്കാൻ വലുതാക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒരു 78 സൂമിങ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ അടിയിലോട്ടൊക്കെ ഇറക്കി കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സൈഡിൽ കാണുന്ന സ്റ്റിക്കർ ഫോട്ടോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റിക്കറിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന 3ാമത്തെ ഓപ്ഷനായ സ്റ്റിക്കർ ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റിക്കറുടെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ഉള്ള സ്റ്റിക്കർ ഓപ്പൺ ആവും. നിങ്ങൾക്ക് സ്റ്റിക്കറുടെ സെലക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റിക്കറിലോട്ട് സെലക്ട് ചെയ്ത് സ്റ്റിക്കർ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിക്കർ ലോഡിംഗ് ആയിട്ട് സ്റ്റിക്കറോടെ ഓപ്പൺ ആവുന്നതായി കൊണ്ടോ ഇവിടെ സ്റ്റിക്കർ ഓപ്പൺ ആയത്. അപ്പം ഈ സ്റ്റിക്കർ നിങ്ങൾക്ക് സൂം ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ സ്റ്റിക്കറിലോട്ട് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷനായ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സൂം ചെയ്താൽ വേണ്ടി സാധിക്കും.
അത് ഒരുപാട് നിങ്ങളുടെ അതിനനുസരിച്ച് സൂമിങ് ചെയ്തതിന് ശേഷം ഇവിടെ വലത് സൈഡിൽ കാണുന്ന ബ്ലാക്ക് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അത് സൂം ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഞാൻ അവിടെ സൂം ചെയ്യുന്നൊന്നുമില്ല, ഞാനിവിടെ ഈ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുന്നില്ല, ഇനി ഈ ഫോട്ടോ ഇവിടെ കൊടുക്കുന്നില്ല. ഞാൻ ഈ ഫോട്ടോ തന്നെ ഇതിലുള്ള ഫോട്ടോ തന്നെ സെറ്റ് ചെയ്യുകയാണ് ഇവിടെ. അപ്പം സെറ്റ് ചെയ്ത് ശേഷം നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക, ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. ഒക്കെ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഇമോജീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടില്ല ഒരു ആപ്ലിക്കേഷനാണ്. വലിയ ഐഡിയാസ് ഒന്നും വേണ്ടത് എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പം അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മുകളിലായിട്ട് വലത് സൈഡിൽ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ആ ബട്ടണോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരസ്യമൊക്കെ വരും, സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഒരു ബട്ടണോട് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർവ്യൂസിലോട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയുടെ ഡയറക്റ്റ് പോകാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് വീഡിയോസിന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് തമ്മിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മഞ്ഞ ബട്ടൺ ഉണ്ടല്ലോ, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഗാലറിയിലോട്ട് ആ ഫോട്ടോ ഡൗൺലോഡ് ആയി കിട്ടും. പരസ്യം വരും, സ്കിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോൺ ഗാലറിയിലോട്ട് എഡിറ്റ് ചെയ്ത ഈ തംബ്ലൈൻ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടുന്ന ഒരു കിടിലം ഒരു തംബ്ലൈൻ മേക്കർ ആപ്ലിക്കേഷനാണ് ഇത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഇഷ്ടത്തോടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.